ഇന്നലെ ബിഗ് ബോസിൽ കുറേയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് എടുത്ത് പറയാനുള്ളത് അക്ബറും രേണുസുധിയും തമ്മിലുള്ള പിന്നെയും ഫൈറ്റാണ്. കഴിഞ്ഞ ദിവസം അക്ബർ രേണുസുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മറക്കാതെ പുള്ളിക്കാരി ആ ഒരു ടോപ്പിക് എടുത്തു വെച്ചിട്ട് ഭയങ്കരമായിട്ട് എങ്ങനെ തോന്നി അവന് എന്നെക്കുറിച്ച് പറയാം, ഞാനുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത് വരുവാണ്, അവരെ എല്ലാം ഇതേ കണക്ക് വിളിക്കുന്ന കണക്കാണ് അക്ബർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അത് ഒരു സീനാക്കി ഭയങ്കരമായിട്ട് സംസാരമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അക്ബർ വന്നിട്ട് നിങ്ങളെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കേരളത്തിലുള്ള എല്ലാവരെയും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഗെയിം കളിക്കാൻ നോക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അനുമോളും വന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, ചേച്ചിയാണ് പറഞ്ഞത്, ചേച്ചിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ കേരളത്തിലുള്ള എല്ലാവരെയും ഒന്നും ഇതിലേക്ക് പിടിച്ചിടണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അത് കേട്ടതും ഉടനെ രേണുസുധി ഞാൻ അങ്ങനെയല്ല, ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരി പ്ലേറ്റ് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ആ ഒരു തന്ന കട്ടിലിൽ ചൈത്ര കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇത് കണ്ട ബിൻസി പെട്ടെന്ന് ഓടിച്ചെന്ന് അക്ബറിനെ അതുപോലെ തന്നെ അപ്പാനി ശരത്തിനെയും വിളിച്ചിട്ട് ഇത് ആ ഒരു എടുത്തുകൊണ്ട് ആ ഒരു റെഡ് ലൈൻ കടന്നു കഴിഞ്ഞാൽ ആരാണോ അതിനകത്ത് കിടക്കുന്നത്, ആ ഒരു ബെഡിൽ കിടക്കുന്ന അവർ ഈ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആവും, അതാണ് ടാസ്ക് പോലെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ബിൻസി എന്നിവരെ വിളിച്ച് ഈ ഒരു അക്ബറിനെയും വിളിച്ച് അതുപോലെ തന്നെ അപ്പാനി ശരത്തിനെയും വിളിച്ച് ഉറങ്ങിക്കിടന്ന ചൈത്രയുടെ ആ ഒരു ബെഡ് പൊക്കിക്കൊണ്ട് ആ ഒരു റെഡ് ലൈൻ കടക്കാൻ ശ്രമിക്കുന്നതിനുള്ളിൽ ചൈത്ര എണീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരി എവിക്റ്റായി പോയേനെ. അതിനുശേഷം മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ആ ഒരു 3 ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഗിസേലിന് കിട്ടിയ ബാഡ്ജ്, അതുപോലെ തന്നെ ആര്യന് കിട്ടിയ ബാഡ്ജ്, ആദില നൂറയ്ക്ക് കിട്ടിയ ഒരു ബാഡ്ജ്. ഒരു അടുത്ത ടാസ്ക്കാണ് ഇത്. നിങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടാൻ എന്താണ് യോഗ്യത, ഇവർക്ക് കിട്ടാൻ എന്താണ് യോഗ്യത ഇല്ലാത്ത എന്നുള്ളൊരു പറഞ്ഞ്, അതായത് വാക്പോര് പോലെ പറഞ്ഞ് അതിൽ ആർക്കാണ് നിങ്ങൾക്ക് ഡിസേർവിങ് ആണെന്ന് തോന്നുന്നു അവർക്ക് കിട്ടും. അതായത് മറ്റവർ കയ്യിൽ തന്നെ വെക്കാൻ, അവർ തന്നെയാണ് ഇപ്പോഴും ഡിസേർവിങ് ആണെങ്കിൽ അവരെ തന്നെ വെക്കണം, അല്ല എങ്കിൽ ആരാണോ ഡിസേർവ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കണം. ആദ്യമേ ഗിസേലിനെതിരെ സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് നെവിനാണ്. ഗിസേലിന് ഭയങ്കര മലയാളം അറിയാത്തതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് സംസാരമൊന്നും ശരിയായിട്ടില്ലായിരുന്നു. പക്ഷേ നെവിൻ വന്നിട്ട് നല്ല രീതിയിൽ ഗിസേലിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദില നൂറിക്കെതിരെ സംസാരിച്ചത് സാരികയാണ്. ശാരിക വന്നിട്ട് ഞാൻ എപ്പോഴും ടാസ്ക് എന്ന് വിചാരിച്ചിരിക്കുവാണ്, എപ്പോഴും എൻ്റെ ഫുൾ 100% കൊടുക്കുന്നത് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം മൂന്നാമതുള്ളത് നമ്മുടെ ആര്യനാണ്. ആര്യനെതിരെ സംസാരിക്കാൻ വന്ന ഒനിയൻ സാബുവാണ്. പുള്ളിക്കാരൻ ഞാൻ ഇവിടെ എല്ലാവർക്കും ഫുഡ് വെച്ച് തരുന്നുണ്ട്, അത് ഞാൻ ഡിസേർവിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വലിയ വേലയ്ക്കായിട്ടില്ല. എന്തായാലും ഗിസേലിനാണ് അവസാനം ആ ഒരു ബാഡ്ജ് നഷ്ടപ്പെടുന്നത്. ബാഡ്ജ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഈ ഒരു മേക്കപ്പ് കിറ്റും ഡ്രസ്സും ഒക്കെ ബാഗുള്ള അകത്തേക്ക് പോകും. അതാണ് ഗിസേലിൻ്റെ പ്രശ്നം. ഗിസേലിന് മേക്കപ്പൊന്നും ഇടാതെ ഇരിക്കാനേ പറ്റത്തില്ല. എന്തായാലും ആ ഒരു മേക്കപ്പ് കിറ്റൊക്കെ എടുത്ത് അകത്ത് കൊടുത്തെങ്കിൽ പോലും കുറച്ച് 2-3 പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ വെളിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടാൻ വേണ്ടി. പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ വെച്ചേക്കുന്നത് ബിഗ് ബോസ് അറിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇത് പറ്റത്തില്ല, വെച്ചേ പറ്റൂ, എല്ലാവർക്കും റൂൾസാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവെക്കാൻ പറഞ്ഞു. കൊണ്ടുവെക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു മേക്കപ്പ് ചെയ്ത്, എന്നിട്ടും കൊണ്ടുവച്ചോന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ട് പിന്നെയും വെച്ചില്ല, പിന്നെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി വെച്ചില്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ എല്ലാവരും ഗിസേൽ മാത്രമല്ല ബാക്കിയും കുറച്ച് പേര് മേക്കപ്പ് കിറ്റ് എല്ലാം കൂടെ ബാക്കി കൊണ്ടുവച്ച്. പക്ഷേ ശ്രദ്ധിച്ചറിയാം ഇതിൻ്റെ ഇടയിലും ഗിസേലിൻ്റെ 1-2 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കളിച്ചതിൻ്റെ ബാക്കി ടാസ്ക്കാണ് ആ ഒരു ഗോൾഡ് കല്ലും അതുപോലെ തന്നെ ബാക്കിയുള്ള കല്ലൊക്കെ പറക്കുന്നതായിരുന്നു ആ ഒരു ടാസ്ക്കായിരുന്നു. അങ്ങനെ അതൊരു കവറിൽ പൊതിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പോഴത്തേന് അത് പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഓടിച്ചെന്ന് ആരാന്ന് വെച്ചാൽ എല്ലാ കല്ലും പറ്റുന്ന എടുക്കുക. എടുത്തതിന് ശേഷം അതിനകത്ത് ഗോൾഡ് കാണും, അല്ലാതെ വെള്ള കളറ് കല്ലും കാണും. ഗോൾഡിനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ വട്ടം എലിമിനേഷൻ ഇതൊക്കെ ഇഷ്യൂ വന്നുകൊണ്ട് ആ ഒരു പ്രശ്നം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു. എന്തായാലും കല്ല് രണ്ടും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കല്ല് കളക്ട് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ നോക്കിയ സമയത്ത് കൂടുതൽ കല്ല് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആര്യനായിരുന്നു. ഗോൾഡ് കളർ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തിട്ട് അക്ബർ അതുപോലെ തന്നെ അടുത്ത ബാക്കിയുള്ള കളർ ഡെസ്റ്റിനേഷൻ കല്ലെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അക്ബറിന് കൊടുത്ത ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പം വെളിയിൽ ഈ ഒരു ടാസ്ക് ചെയ്ത് അത് ഉറങ്ങാതെ വെളിയിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും അകത്താക്കാം എന്നുള്ള ഒരു കാര്യം പറയുന്നതും ഈ അക്ബർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഷാനവാസിനകത്ത് കയറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാനവാസിനകത്ത് കയറ്റിയിട്ട് ഒരാളെ പുറത്താക്കണം, സ്വാപ്പ് ചെയ്യണം. ആ സമയത്ത് പുറത്താക്കിയത് മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ആര്യൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അടുത്ത ആഴ്ച ആ ഒരു ഗോൾഡൻ കല്ല് ഉള്ളതുകൊണ്ട് അടുത്ത ആഴ്ച ഒരാളെ എലിമിനേഷനിൽ ഇടാൻ പറ്റുമായിരുന്നു. പുള്ളിക്കാരൻ നേരെ ഉണ്ടെങ്കിൽ ഷാനവാസിനെ ഉണ്ടെങ്കിൽ നേരെ അടുത്ത ആഴ്ച എലിമിനേഷനിലേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ
സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അക്ബറിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെളിയിൽ ഈ ഒരു ടാസ്ക് ചെയ്തുകൊണ്ട് നടന്നപ്പോൾ ഉറങ്ങിയെന്ന് ബാക്കിയുള്ളവർ വിചാരിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയ കണക്ക് അഭിനയിക്കുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടത് അക്ബർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുത്തിയിൽ എണ്ണ ഒഴിക്കുന്ന കണക്ക് ബിന്നിയുടെ അടുത്തും ബിൻസിയുടെ അടുത്തൊക്കെ ചെന്ന് ഗിസേലിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും. കാരണം ഗിസേലും അതുപോലെ തന്നെ ചൈത്രയാണ് ഉറങ്ങാതിരുന്നത് ആ ഒരു ടാസ്കിനിടയിൽ. ബിൻസിയും ഷാനവാസും ബിന്നിയൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടത് ഇവർ ഉറങ്ങാതിരുന്ന ഇവർ എന്താണ് കള്ളം കാണിച്ചതാണോ, അത് ഉറങ്ങാതിരുന്നത് ഇവരാണോ ഉറങ്ങാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായി. ഇതിൻ്റെ ഇടയിൽ അക്ബർ വന്നിട്ട് ഇങ്ങനെ ഇരുതിയിൽ എണ്ണ ഒഴിക്കുമെന്ന് നടത്തിയത് അത് കണക്ക് ചെയ്തുകൊണ്ട് എടുക്കുമായിരുന്നു. ആ ഒരു കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഷാനവാസും ബിന്നി തമ്മിൽ ഭയങ്കര വഴക്കായി. അപ്പോഴത്തേന് ഷാനവാസ് ബിന്നി എടീന്നൊക്കെ വിളിച്ചപ്പോഴത്തേന് ബിന്നി പറഞ്ഞു, എടീന്നൊന്നും വിളിക്കരുത്, അതൊക്കെ തൻ്റെ വീട്ടിൽ പോയി വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വഴക്കിനിടയിൽ തിരിച്ച് ബിന്നി ഇതേ കണക്ക് തൻ്റെന്നൊക്കെ വിളിച്ച സമയത്ത് ഷാനവാസും തൻ്റെന്നൊന്നും വിളിക്കേണ്ട കാര്യം, അതൊക്കെ തൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ അതിൽ നിന്ന് ബിൻസിക്കിട്ട് 2-3 കൊട്ടും തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അക്ബർ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസിനെ എന്തുകൊണ്ട് അകത്താക്കി എന്ന് ചോദിച്ചതിന് ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ വെളിയിൽ കിടന്ന് ടാസ്ക് ചെയ്യിച്ച ഹീറോയാവും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അകത്ത് തന്നെ ഇരുന്നാൽ മതി എന്നുള്ളൊരു കാര്യം. പിന്നെ ഷാനവാസിൻ്റെ അടുത്ത് ചെന്നിട്ട് അക്ബർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളത് അതുകൊണ്ട് അകത്ത് കയറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു. എന്തായാലും ആ ഒരു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ വഴക്കിനെയും അക്ബർ എന്തായാലും ഒരുവിധം മുമ്പിൽ നിൽപ്പുണ്ട്. പുള്ളിക്കാരനാണ് അവിടെ എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടാക്കാനൊക്കെ നടക്കുന്നത്. ഏതായാലും അക്ബറൊക്കെ നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ വലിയതായിട്ട് ഗെയിം കളിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും കുറേ പേര് അവിടെ ചുമ്മാ ഇരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഒരുവിധം മെയിനായിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.